ഹായ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ക്രാബിൻ്റെ സീസണാണ്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ കുറേ പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ അതെന്തായാലും വെറുതെ ആയില്ല, കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. നമ്മുടെ പുറകിൽ തന്നെ കാണാം നിങ്ങൾക്ക് ഒരു തറവാടി ഞണ്ടിന്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇത് എന്ത് കാറ്റഗറി ഞണ്ടാന്ന് ഞാൻ നെറ്റിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കിങ് ക്രാബാന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പം ചൈനയുടെ അല്ല കിങ് ക്രാബ്. അപ്പോൾ ഇത് ഏത് കൺട്രിയുടെ ആണെന്നാണ് ഞാൻ ഈ ബോർഡിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇത് റഷ്യൻ കിങ് ക്രാബാണ്, ഇമ്പോർട്ടഡ് സാധനം. ഇമ്പോർട്ടഡ് ആണ്. പിന്നെ ₹10,000 വിലയുണ്ട്. അത് ഇതാരെങ്കിലും മേടിച്ച് കഴിക്കുമെന്ന് സത്യം പറഞ്ഞ് അറിഞ്ഞൂടാ. ഇവര് ഓൺ ഓർഡർ അത് ഡെലിവറി ചെയ്യും. ഓഷൻ ഫ്രഷിൽ നിന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മീറ്റ് കുറച്ച് സ്വീറ്റ് ആണെന്നും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അറിഞ്ഞൂടാ, എന്തായാലും നമുക്കിത് വാങ്ങിച്ച് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നാട്ടിലൊരു വലിയ ബിരിയാണി ചെമ്പ് വേണം ഈ സാധനം കുക്ക് ചെയ്യാനായിട്ട്, അത്രയ്ക്ക് വലിയ സാധനമാണ്. ഇത്രയും വലിയ ടാങ്കിൽ ഒരു 5-6 ഞണ്ട് മാത്രം ഇവിടെ ഉള്ളൂ ഇതിനകത്ത്. ബാക്കി ടാങ്കുകൾ പോലെയല്ല. ചെറിയൊരു അക്വേറിയത്തിൽ ഒരു 50,000 ഞണ്ട് കിടപ്പുണ്ട്, 5 ഞണ്ട് കിടപ്പുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിന് ആരും ഇവിടെ പർച്ചേസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണില്ല. എല്ലാവരും ഫോട്ടോ എടുക്കുന്നു. പിള്ളേരൊക്കെ വളരെ കൗതുകപൂർവ്വം വന്ന് ഇങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടൊക്കെ തുടരുന്നവർ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും തൊടാനുള്ള കൗതുകം കൊണ്ടും തൊട്ട് വെക്കുന്നതാണ്. നല്ല മുള്ളാണ് കേട്ടോ. ഈ മുള്ള ശരിക്കും നല്ല കുത്തി കയറുന്ന മുള്ളാണ്. തൊട്ടപ്പോ മൂവ് ചെയ്യുന്നുണ്ട്, പിന്നെ അതിന്റെ ശരിക്കും അനങ്ങുന്നുണ്ട്. ഇറക്കാങ്കാലൊക്കെ ഇറക്കാങ്കാല് ശരിക്കും നല്ല 1.5 ഇറക്കാങ്കാലാണ് കേട്ടോ. ചിലപ്പോ കൈ അറ്റു പോവും ഇറക്കാങ്കാലി പെട്ട് കഴിഞ്ഞാൽ. സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ വീട്ടിലെത്തിച്ചു തരുള്ളൂ. ഇവിടുന്ന് പിടിച്ചോണ്ടാണ് അവർ സമ്മതിക്കില്ല. ചിലപ്പോൾ നമ്മളെ ജീവനോടെ വീട്ടിലെത്തില്ല. അതായിരിക്കും. എന്തായാലും നമ്മളിതുവരെ ആരും വാങ്ങി കണ്ടില്ല. എല്ലാവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കുക, അതിനെ ഒബ്സർവ് ചെയ്യാൻ പോവുക. കുട്ടികൾക്കൊക്കെ പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ. കുട്ടികൾ കുറേ പേര് വന്ന് നോക്കി സന്തോഷിച്ച് പോകുന്നുണ്ട് ഇത്രയും വലിയൊരു ഞണ്ടിനെ കണ്ടിട്ട്. ഞണ്ട് മാത്രല്ല കേട്ടോ, വലിയ ലോബ്സ്റ്റർ വന്നിട്ടുണ്ട്. ഈ ലോബ്സ്റ്ററിന് ₹800, 88. ഇത് ഓർഡറിന് എത്രയാ? 88 RMB, അതായത് ₹880. ₹1000. ഇത് ഏകദേശം ഒരു ലോബ്സ്റ്ററിന് ₹1000 കേട്ടോ വില. ഇതും ബോസ്റ്റൺ ലോബ്സ്റ്ററാ, ഇമ്പോർട്ടഡാ. ബോസ്റ്റൺ നോർത്ത് അറ്റ്ലാന്റിക് ഓഷനിൽ നിന്നുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. നോർത്ത് അറ്റ്ലാന്റിക് ഓഷനിൽ നിന്നുള്ള ലോബ്സ്റ്റർ ആണെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിന്റെ വില ഏകദേശം ₹1000. ₹1000 ഉണ്ട് ബോസ്റ്റണിൽ നിന്നുള്ളത്. അടുത്ത ഏകദേശം ₹4000 ലോബ്സ്റ്റർ ഉണ്ട് കേട്ടോ. അത് ഇച്ചിരി വലിയതാണ്. പക്ഷെ അത് അര കിലോനാണ് 4000, മറ്റേ പീസിനല്ല. ഇത് അര കിലോ ₹4000. ഇതെന്താന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യട്ടെ. ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി. അപ്പൊ ഈ ലോബ്സ്റ്ററും നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി. അപ്പൊ ഇതും ബോസ്റ്റൺ എന്നുള്ള ലോബ്സ്റ്റർ ആണ്, നോർത്ത് അറ്റ്ലാന്റിക് ഓഷനിൽ നിന്ന്. പക്ഷെ ഇതിന്റെ ഫ്ലഷ് കുറച്ചും കൂടെ, ഇതിന്റെ അബ്ഡോമിനിൽ കുറെ കൂടെ ഫ്ലഷ് ഉണ്ട്. പിന്നെ ടേസ്റ്റ് ഭയങ്കര നല്ലതാണ് എന്നൊക്കെയാണ് അവർ എക്സ്പ്ലനേഷനിൽ എഴുതിയിട്ടുള്ളത്. അല്ല, പക്ഷെ മറ്റേതിന്റെ എക്സ്പ്ലനേഷൻ അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ ഇതിൽ അവര് കുറെ കൂടെ ഫ്ലഷി ടൈപ്പാന്ന് എഴുതിയിട്ടുണ്ട്. ഈ ലോബ്സ്റ്റർ സ്വീറ്റ് അല്ല, പക്ഷെ ഫ്ലഷ് കൂടുതലുള്ള ടൈപ്പാന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം അര കിലോന് ₹4000 ചാർജ് ചെയ്യുന്നത്. ഇത് ശരിക്കും വലുതാണ് കേട്ടോ, ഭയങ്കര വലുതാ. ഈ ക്രാബ് ആണ് നമ്മൾ അര കിലോ ₹2000 അല്ലേ? അത് ₹2000 ക്രാബ്. അപ്പൊ അത് ബ്രിട്ടീഷ് ക്രാബാന്നാണ് അവരവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ആൻഡ് അതിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് 10 വർഷം ഡീപ് സീയിൽ ഗ്രോ ചെയ്യണ ക്രാബാണത്. പിന്നെ അതിനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം, അതിനൊരു ബ്രെഡ് പോലെ ഭയങ്കര മീറ്റുള്ള ഒരു ഭാഗമുണ്ട് ആ ക്രാബിന്. അപ്പൊ അതൊക്കെയാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് അവിടെ. അതിന്റെ തിക്ക് പേസ്റ്റ് ഫാറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ കാല് ഭയങ്കര ഫാറ്റിയാണ്. പിന്നെ കുറെ മീറ്റ് ഉണ്ട്. അങ്ങനെ കുറെ ഡീറ്റെയിൽസ് ആണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. ഈ പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ ബ്രെഡ് ക്രാബ് എന്നാണ് പറയുന്നത്, ബ്രിട്ടീഷ് ബ്രെഡ് ക്രാബ്. കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സാൻഡ്വിച്ച് പോലെയൊക്കെ തോന്നാം. സാൻഡ്വിച്ച് പോലെ. പക്ഷെ
പക്ഷെ ഇവിടെ ഒരു ക്രാബിൽ നമുക്ക് അത് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, പിക്ചറിൽ കാണാൻ. ക്രാബ്. ഒരു പക്ഷേ ഈ ഷെല്ല് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതുപോലത്തെ തിക്കായിട്ടുള്ള ഒരു പീസ് ഉണ്ടാവുന്നു. ഇതാണ് ആ സാധനം അല്ലേ? ആ ഷെല്ല് ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കുമല്ലേ ആ പടത്തിലുള്ളത്. 10 വർഷം ഡീപ് സീയിൽ വളർന്ന ക്രാബാന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കണേ. സത്യമാണ്. വയസ്സ് 10. വയസ്സ് 10 വയസ്സുള്ള ചെണ്ടാണത്. ക്രാബ് മാത്രമല്ല കേട്ടോ, വലിയ ഫിഷും വന്നിട്ടുണ്ട്. പിന്നെ കറി വെച്ച് തന്നെയാണോ കണ്ടിട്ട്? അക്വേറിയം ഫിഷ് പോലെ ഉണ്ടല്ലോ. അതെ, അതിന്റെ എക്സ്പ്ലനേഷൻ എവിടെയും ഇല്ല. അപ്പറേ ഒരു ക്രാബ് ഉണ്ട് വലുത്, വേറൊരു ടൈപ്പ്. പിള്ളേർക്കൊക്കെ ശരിക്കും നല്ല എന്റർടൈൻമെന്റ് ആണ് കേട്ടോ ഈ സീസണിൽ. കുറേ സാധനങ്ങൾ. ഈ കൂട്ടിൽ കിടക്കുന്നതൊക്കെ ചൈനയുടെ തന്നെ പല പ്രൊവിൻസിൽ നിന്നുള്ള ക്രാബുകളാണ്. അപ്പം ഈ ചൈനീസ് ക്രാബിന്റെ പ്രത്യേകതയാണ് ഈ ഇറുക്കാങ്കാലിന്റെ അവിടെ ഇങ്ങനെ ഒരു സാധനം, അതായത് അതെ, നമുക്ക് കണ്ട ചെളി പോലെ എനിക്ക് തോന്നുമെങ്കിലും അതിന് ഒരു കയ്യോറയുടെ സ്ട്രക്ചറാണ്. അപ്പൊ ഇത് മിറ്റൻ ക്രാബ്, അതുപോലെ ഹെയറി ക്രാബ് എന്നൊക്കെയാണ് ഇതിനെ പറയണേ. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ചൈനയുടെ തന്നെ ദൂരം കൂടിയ പ്രൊവിൻസിൽ നിന്ന് വരുന്നതിന് വില കൂടുതലുണ്ട്. ഇതൊക്കെ ഒരെണ്ണം 150 രൂപയുടെ ഞണ്ടുകളാണ്. ഈ ക്രാബ് കനേഡിയൻ ജംബോ ക്രാബ്. അപ്പോൾ അത് കാനഡയിൽ നിന്നാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ വിലയാണ് ഒരു ക്രാബിന് 2000 രൂപ. കാണാൻ ഇത്തിരി സൈസിലൊക്കെ ഉണ്ട് അല്ലേ കാണുമ്പോൾ. 2000 രൂപയുടെ ക്രാബ്. 2000 രൂപയുടെ ക്രാബ്. ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളൊന്നും ആരും മേടിച്ചു കണ്ടില്ല. എല്ലാവരും വന്നിങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് സന്തോഷിച്ചു പോകുന്നുണ്ട്. ഈ ക്രാബ് ബ്ലൂ ക്രാബ് എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ വന്നത്. അത് ചൈനയുടെ തന്നെ ഏതോ ഒരു പ്രൊവിൻസിൽ നിന്നുള്ള ക്രാബാണ്. 1000 രൂപ ഒരു ക്രാബ്. ഇതൊരു ക്രാബിന്റെ അല്ലേ? ഒരു ക്രാബിന് 1000 രൂപ. ഇത് ഭയങ്കര ചെറുതാണ് കാണുമ്പോ. ഇത്രയും നേരം നമ്മൾ കണ്ട ക്രാബുകളെ വെച്ച് ഇത് ഇത്തിരി ചെറുതാണ്. അപ്പൊ അവരതിന് ഔഷധ ഗുണം കൂടുതലാന്ന് എഴുതിയിട്ടുണ്ടാവും. അത് ട്രാൻസ്ലേഷനിൽ അതെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടാവും. കളറൊക്കെ ഒരു ഡിഫറെന്റ് ആണ്. ഇതിന് ഇത്തിരി കൂടെ ഒരു ഇതിനൊരുമാതിരി പച്ച കളറാണല്ലോ. എന്നിട്ട് ബ്ലൂ ക്രാബ് അല്ല ബ്ലൂ ഉണ്ട് കേട്ടോ. ബ്ലൂ ഷെയ്ഡ് ഉണ്ട്, ഒരു ബ്ലൂയിഷ് ഷെയ്ഡ് ഉണ്ട് ഇത്ര നേരം നമ്മൾ കണ്ട ക്രാബിനായിട്ട്. ഇതിനകത്ത് ക്രാബ് മാത്രമൊന്നുമല്ല, ഈ ടാങ്കിനകത്ത് ലോബ്സ്റ്ററൊക്കെ കിടക്കുന്നുണ്ട്. ഇതൊരു മിക്സഡ് ക്രാബ് ഒരു ടാങ്കാണ്. ആയിരിക്കും കാരണം ബ്ലൂ ക്രാബ് മതിൽ ചാടാൻ നോക്കുകയാണ്. അവനൊരു ടാങ്കിൽ നിന്ന് മറ്റൊരു ടാങ്കിലേക്ക് ചാടാൻ ശ്രമിക്കുന്നതാണ് കാണുന്നത്. ഭീകരനാണോ? ഭീകരൻ. പരാജയപ്പെട്ടു തിരിച്ച് അങ്ങോട്ട് തന്നെ ചാടിപ്പോയി. അപ്പൊ ഞങ്ങൾ 1000 മുതൽ 2000 വരെയുള്ള ഞണ്ടുകളൊക്കെ കണ്ടു. 1000 മുതൽ 10000 വരെയുള്ള ഞണ്ടുകളെ കണ്ടു. പക്ഷെ ഒന്നും മേടിക്കാൻ അവരിട്ട വിലയും നമ്മളെ മനസ്സിൽ ഇഷ്ടപ്പെട്ട വിലയും മാച്ച് ആവാത്തതുകൊണ്ട് നമ്മൾ കണ്ടു, ഫോട്ടോ എടുത്തു, എല്ലാവരെയും പോലെ സന്തോഷിച്ചു തിരിച്ചു പോന്നു. ഒന്നും വാങ്ങിയില്ല. പക്ഷെ നമ്മൾ ക്രാബിന്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ ഒരു യാങ്സൺ ക്രാബ് എന്ന് പറഞ്ഞ ഒരു ക്രാബ് ഉണ്ട്. അത് നമ്മൾ കഴിക്കുന്ന രീതി നാട്ടിൽ കഴിക്കുന്ന പോലെ രീതിയല്ല, അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് വേറെ ഒന്നുമില്ല, വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.